നമസ്കാരം. ഇസ്രയേലിൽ കെയർ ഗിവർ ജോലി ചെയ്യുന്നവർക്ക് ഇൻക്ലൂഡിംഗ് 400 വീക്കിലി അലവൻസ് കൂട്ടി ഇപ്പോഴും 5000, 5200, 5500 മേടിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന 99% ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഇവിടെ ഇസ്രയേൽ കെയർ ഗിവർ ജോലിയിൽ 2.5 ലക്ഷം രൂപ ശമ്പളമുണ്ട് എന്ന് പറയുമ്പോൾ സാലറി അറിയാമല്ലോ. കെയർ ഗീവർമാർ മേടിക്കുന്ന സാലറി 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ സാലറി എന്ന് പറഞ്ഞാൽ ഒരു ടാക്സ് പോലും ഇല്ലാതെ നിങ്ങളുടെ ഫുഡും അക്കോമഡേഷനും എല്ലാം അവിടെ തന്നെ കഴിഞ്ഞ് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ 2.5 ലക്ഷം രൂപ ശമ്പളം ഏതെങ്കിലും ഏജന്റ് വ്യാമോഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുമായി ഒരു കോൺട്രാക്ട് ഇങ്ങോട്ട് കയറി വരുന്നവർ വെക്കുക. കാരണം ഇവിടെ വന്നിട്ട് 2.5 ലക്ഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര കിട്ടുന്നോ അതിൻ്റെ ബാക്കി ആ ഏജൻറ്റോ ആ ഏജൻസിയോ നിങ്ങൾക്ക് തരിക. അതിനപ്പുറത്തേക്ക് ഇവിടെ ചില നിയമവ്യവസ്ഥതകളുണ്ട്. ഈ ഞാൻ കാണിക്കുന്ന ഈ പേപ്പർ ഇത് വെറും ഒരു സംഭവമല്ല. ഇത് ഞാൻ വായിക്കാം. The calculation is based on the minimum wage. 6247 ഷെക്കൽ മിനിമം വേജ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് കൂട്ടി നോക്കുക. ഇവിടെ ഇപ്പോഴും 4800, 5000, 5200 ബേസിക് ശമ്പളം കിട്ടുന്നവരേ ഉള്ളൂ ഭൂരിഭാഗം. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ വന്ന് പച്ചക്കള്ളം പറയാൻ ശ്രമിക്കരുത്. ആർക്കെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടുപേരൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ ജോലി ചെയ്യുന്ന ഫാമിലിയുടെ മനസ്സുകൊണ്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോബ് ഓർഡർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്യണമെന്നുണ്ട്. ഒരു വ്ളോഗർ പറയുന്നത് കണ്ടു, അപ്പച്ചനും അമ്മച്ചും മാത്രം നോക്കിയാൽ മതി, ആ വീട്ടിലുള്ള വേറെ ആരെയും നോക്കുക പോലും വേണ്ട. അങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കുകൂട്ടി മേടിച്ചോണമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഒരു വീട്ടിൽ ചിലപ്പോൾ മക്കളും കൊച്ചുമക്കളെല്ലാം ഉണ്ടാവും. നമ്മൾ ആ വീട്ടിൽ ഒരു കെയർ ഗീവറായിട്ട് നിൽക്കുമ്പോൾ അവരുടെ കാര്യങ്ങളോട് നോക്കേണ്ടി വരും. അതൊരു മനസ്സാണ്. ഓക്കെ. അതുപോലെ തന്നെ ആ വീട്ടിൽ കുക്കിങ്, ക്ലീനിങ്, വാഷിങ്, അതുപോലെ തന്നെ പെറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. ഇതൊക്കെ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. 2 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ലെന്ന് വരും. കൃത്യമായിട്ട് നിങ്ങൾക്ക് 2 മണിക്കൂർ ഉറങ്ങാൻ പറ്റും എന്ന് പറയുന്ന ഏജന്റുമാരുണ്ടെങ്കിൽ അത് എഗ്രിമെന്റ് ചെയ്യുക. ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ശമ്പളം കൂടെ നാട്ടിലുള്ള ഏജന്റിൽ നിന്ന് മേടിച്ചോണം. 2 ലക്ഷം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ഏജന്റിൽ നിന്ന് മേടിച്ചോണം. അതുപോലെ നിങ്ങളുടെ ഇൻഷുറൻസ്, അതിൻ്റെ പകുതി പൈസ ഇസ്രയേൽ ഫാമിലി എടുക്കും, പകുതി നിങ്ങൾ എടുക്കണം. ഇതൊക്കെ നിങ്ങൾ അറിയണം. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഓരോ ഏജൻസിക്കും നേരിട്ട് കെയർ ഗിവർ വിസ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇസ്രയേലിൽ നിന്നുകൊണ്ട് ഈ കാര്യം സംസാരിക്കുന്നത്. ഇസ്രയേൽ ഏജൻസികൾ ഇസ്രയേൽ ഫാമിലിയുടെ അനുവാദത്തോടു കൂടി നൽകുന്ന വിസയാണ്. അതും എംബസി അപ്രൂവ്ഡ് ആയിട്ടുള്ള മുംബൈയിലെ ട്രെയിനിങ് സെൻറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം, നിങ്ങളുടെ ഇൻഷുറൻസ്, മെഡിക്കൽ, സാലറി, അലവൻസ് കാര്യങ്ങളെല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രയേൽ ഏജൻസിക്കാണ്. അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ സ്റ്റേ ഇല്ലാത്തവരുണ്ട്, ഫുൾ സ്റ്റേ ഇല്ലാത്തവരുണ്ട്, ഒരു സ്റ്റേ പോലും ഇല്ലാത്തവരുണ്ട്. ഒരു സ്റ്റേ വീട്ടിലും ബാക്കി 3 സ്റ്റേ ബാക്കിയുള്ള വീടുകളിൽ വെള്ളി ശനി ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഏജന്റ് ചോദിക്കുകയാണ്, 2 ലക്ഷം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണ് പണി? അതിന് ഉത്തരവില്ല. ഉത്തരമില്ലാത്തത് കൊണ്ടല്ല, പറഞ്ഞാൽ അസഭ്യമായി പോകുമെന്നുള്ളത് കൊണ്ടാണ്. കാരണം 2 ലക്ഷം ശമ്പളം ഇല്ലാത്തടത്ത് 2 ലക്ഷം ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾക്ക് അവിടെ എന്താണ് പണി എന്ന് ചോദിക്കുന്നവരോട് കറങ്ങുന്ന കസേരയിലിരുന്ന് ചുമ്മാ ഇരുന്നൊരു സംഭവം ചെയ്താൽ അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ അടുത്ത് എന്ത് പറയാനാണ്? കഴിഞ്ഞ 7-8 കൊല്ലമായിട്ട് കെയർ ഗിവർ മേഖലയിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ 10-12 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്നവർ, ഞാൻ ഉൾപ്പെടെ ഇവിടെ നിന്നുകൊണ്ട് ഫേസ് ടു ഫേസ് ഞങ്ങളുടെ റിയാലിറ്റി പറയുമ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വേറെ എന്താണ് പണി എന്നൊക്കെ ചോദിക്കുന്ന തലത്തിലേക്കുള്ള കേരളത്തിലെ ഏജന്റുമാരുടെ സമീപനം അത് വളരെ മോശവും മ്ലേച്ഛവുമാണ്. ഇനി മറ്റൊരു കാര്യം, ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ടോ? ഉണ്ട്. പേഷ്യൻറ്റുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രം. അവിടെയും കൃത്യമായിട്ട് ഡേ ടൈം 8 മണിക്കൂർ അല്ലെങ്കിൽ നൈറ്റ് 7 മണിക്കൂർ ചെയ്യണമെന്നുണ്ട്. ആദ്യത്തെ 2 മണിക്കൂറിന് 43 ഷെക്കലും
പിന്നീട് വരുന്ന മണിക്കൂറുകൾക്ക് 51 ഷെക്കലും എന്ന രീതിയിലാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴും ബേസിക് സാലറി 5000, 5200, 4800 കിട്ടുന്ന 99% പേരുള്ളപ്പോൾ, ആകെ 1-2 പേർക്ക് 2 കൊല്ലം കിട്ടിയാലായി എന്നുള്ളപ്പോൾ, മക്കളെ 2.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്, ഒന്നും ചെയ്യണ്ട, CV തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതങ്ങ് മാറ്റിയിട്ടൊരു എംബസി ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ എന്നുകൂടെ ഒരു മേമ്പോട് ചേർത്തൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കേൾക്കുന്നവരും കാണുന്നവരും ആരും മണ്ടന്മാരല്ല. പലരോടും പല അഭിപ്രായം ചോദിച്ചിട്ട് നല്ല അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കെയർ ഗിവറായിട്ട് വരാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ എനിക്ക് വേണ്ടി ഞാനല്ലേ സംസാരിക്കാനുള്ളൂ. ഞങ്ങളും കെയർ ഗിവേഴ്സിനെ കൊണ്ടുവരാറുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യാറുമുണ്ട്. ഇതൊരു പരസ്യമല്ല, രഹസ്യവുമല്ല. ഓക്കെ.